പിറ്റേന്ന് ഇരുവരും കണ്ടുമുട്ടുന്നു. തന്നെക്കൊണ്ട് എന്താണ് ആവശ്യമെന്ന് ഗബ്രിയേൽ ചോദിക്കുന്നു. എന്നാൽ ട്രെയിനിൽ വെച്ച് റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് ഗബ്രിയേൽ തട്ടിയെടുത്തത് റോമിനോവ് എന്ന ജൂവലറുടെ ഡയമണ്ടാണ്. അവരുടെ പക്കൽ വളരെയധികം വിലപിടിപ്പുള്ള പുരാതന വസ്തുക്കളുടെ കളക്ഷൻസ് ഉണ്ട്. അതിൽ വിലപിടിപ്പുള്ള പുരാതനമായ 2 ഗോൾഡൻ എഗ് ഉണ്ട്. ഒരെഗ്ഗിന് മാർക്കറ്റിൽ $20 മില്യൺ വിലയാണ്. ആ 2 എഗ്ഗുകൾ കൈക്കലാക്കാനായി താൻ ഒരു പാർട്ട്ണറിനെ തേടുകയാണെന്ന് റിപ്ലി പറയുന്നു. ചെറിയ ചെറിയ മോഷണം ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് വലിയൊരു മോഷണം നടത്തി ലൈഫിൽ സെറ്റിൽ ആകുന്നതല്ലേ നല്ലതെന്നും റിപ്ലി കൂട്ടിച്ചേർക്കുന്നു. ഇത് കേട്ടതും ഗബ്രിയേലിന് ഇതൊരു നല്ല ഡീലായി തോന്നി. അതിനാൽ തന്നെ മോഷണത്തിൽ റിപ്ലിയുടെ പാർട്ട്ണറാകാൻ ഗബ്രിയേൽ സമ്മതിക്കുന്നു. പിറ്റേന്ന് ഇരുവരും നഗരത്തിലേക്ക് എത്തുന്നു. അവിടെ ന്യൂസ് പേപ്പറിൽ തൻ്റെ വ്യക്തമല്ലാത്ത പടം ഗബ്രിയേൽ കാണുന്നു. അവിടെ വെച്ച് നമ്മൾ കഥയിലെ നായികയെ പരിചയപ്പെടുന്നു. നായികയെ കണ്ടപ്പോൾ തന്നെ ഗബ്രിയേലിന് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. എങ്ങനെയെങ്കിലും അവരുമായി സൗഹൃദത്തിലാകണമെന്ന് ഗബ്രിയേൽ ആഗ്രഹിക്കുന്നു. അതിനായി നായികയുടെ നമ്പർ ചോദിക്കുന്നു അയാൾ. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് ദേഷ്യത്തിൽ റിപ്ലൈ കടന്നു വരുന്നു. റിപ്ലൈയുടെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് ഗബ്രിയേലിന് മനസ്സിലാകുന്നില്ല. ഉടൻ തന്നെ റിപ്ലൈ വന്ന് അലക്സിനോട് സംസാരിക്കുന്നു. അയാളുടെ വളർത്തുമകളായിരുന്നു നായികയായ അലക്സ്. അലക്സ് അവിടുന്ന് പോയതിനു ശേഷം ഗബ്രിയേലിന്റെ ഇഷ്ടം മനസ്സിലാക്കിയ റിപ്ലി അവളുടെ കാര്യത്തിൽ തലയിടണമെന്ന് ഗബ്രിയേലിനെ വാൺ ചെയ്യുന്നു. അങ്ങനെ അവർ റോമിനോവിന്റെ തന്നെ പുരാതന വസ്തുക്കളുടെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവർ തേടി വന്ന എഗ്ഗുകൾ ഇല്ലായിരുന്നു. അത് വേറൊരു സ്ഥലത്താണ് റോമിനോവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ മുട്ടകളുടെ പിന്നിലെ കഥ റിപ്ലി ഗബ്രിയേലിന് പറഞ്ഞു കൊടുക്കുന്നു.